ഈ വർഷത്തെ വെക്കേഷൻ ഇഷാൻ്റെ വെറുതെ പോകണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ പാലയിലെ തോപ്പൻ സ്വിമ്മിംഗ് അക്കാഡമി കൊണ്ട് ചേർത്തു. 20 ദിവസത്തെ ക്ലാസ്സാണ് ഇവിടെ തരുന്നത്. ഒരു ദിവസം 1 ഹവറാണ് സമയം നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പല ടൈമുണ്ട്, അതനുസരിച്ച് നമുക്ക് രാവിലെ മോർണിംഗും ഉണ്ട്, ഈവനിങ്ങും ഉണ്ട്. ഈവനിങ് 2 ബാച്ചായിട്ടാണ്. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം ഈവനിങ് ആണ്. 4 മണിയായിരുന്നു നേരത്തെ. ഇപ്പോൾ സമയം മാറ്റം വരുത്തി, ഇപ്പം 3:30ക്കാണ്. കുട്ടികൾ കൂടുതലായതുകൊണ്ട് 3:30 മുതൽ 4:30 വരെ, 4:30 മുതൽ 5:30 വരെ, 5:30 മുതൽ 6:30 വരെ, അങ്ങനെ 3 ബാച്ചാക്കിയിട്ടുണ്ട്. ഇഷാനൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് പൈസ കൂടുതലാണ്. കാരണം തന്നെ നിന്ന് നീന്താറായിട്ടില്ല, പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി ചെയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഫുള്ളും നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ക്യാഷും കൂടുതലാണ്. അതുപോലെ തന്നെ അവർ എടുക്കുന്ന എഫേർട്ടും കൂടുതലാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികളിൽ നിന്നും, അതായത് നമ്മൾ പൂളിൽ തന്നെ നിന്ന് കണ്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ഇവരിൽ നിന്നും എടുത്തുകൊണ്ട് ചെറിയ കുട്ടികൾക്കുള്ള ഫീസും കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് അറിയത്തില്ല. ഈ ഭിത്തിയിലെ ഫോട്ടോയിൽ കാണുന്ന ഈ 4 പേര് ഇവർ ബ്രദേഴ്സാണ്. ഇവരാണ് ഇതിൻ്റെ സ്ഥാപകർ. പാലയിലെ ഈ തോപ്പൻസ് അക്കാഡമിയിൽ നിന്നും ഒരുപാട് കുട്ടികൾ നാഷണൽ ലെവലിൽ കോമ്പറ്റീഷനിലൊക്കെ പോയി മത്സരിക്കാറും മെഡലൊക്കെ മേടിക്കാറൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവർ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനമാണ് ഈ തോപ്പൻസ് സ്വിമ്മിംഗ് അക്കാഡമി. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മോന് പൊതുവേ, ഇഷാന് പൊതുവേ പേടിയാണ് വെള്ളമൊക്കെ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് സെറ്റാവാനും അവരെന്തായാലും ചെറിയ കുട്ടികളല്ലേ, ചില കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ്, ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് അവർ നീന്താനൊക്കെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ലെവലിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത്യാവശ്യം ചില പിള്ളേരുടെ വെള്ളത്തിനോടുള്ള പേടിയും കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും. പിന്നെ അഗ്രസീവായ പിള്ളേരെയൊക്കെ നമുക്ക് കുറച്ചും കൂടി അവരെ ഒരു കൺട്രോളിലേക്ക് ആക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കേഷൻ വെറുതെ കളയണ്ട എന്നോർത്താണ് തൽക്കാലം മ്യൂസിക് ക്ലാസ്സിനും ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്ത് ഞങ്ങൾ സ്വിമ്മിങ്ങിന് കൊണ്ടുപോയാക്കിയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇഷാൻ വെള്ളത്തിലിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ടീച്ചറൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്ത് 3-ാമത്തെ ദിവസമാണ് ഒന്ന് സെറ്റായത് ഇഷാൻ. എന്നാൽ എൻ്റെ മോൾ അങ്ങനെയല്ലായിരുന്നു. അവൾ ഇച്ചിരി കൂടി വെള്ളത്തിലിറങ്ങാനൊക്കെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു. അവൾ നേരെ ചെന്ന് ചാടി. ഞാൻ ഒരാളെ തന്നെ ചേർത്തിട്ടുള്ളൂ. ഒരാളെ ഒരു കൊണ്ടുപോകുന്ന ദിവസം മാത്രം ഡെയിലി ഫീസ് അടച്ച് അങ്ങനെ അന്ന് ഇറക്കും. അങ്ങനെയാണ് ചെയ്യാറ്. എന്തായാലും അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റൊക്കെയാണ്. ആദ്യത്തെ ഒരു ദിവസത്തേക്കാണ് വരാൻ എല്ലാവർക്കും ഒരു സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. 3-ാമത്തെ ദിവസം മുതൽ പിള്ളേർ എല്ലാവരും തന്നെ സെറ്റാണ്. ഈ സ്വിമ്മിങ് അക്കാഡമിയിലെ സാറിൻ്റെ മക്കളെല്ലാം നാഷണൽ ലെവലിൽ മത്സരിച്ചവരാണ്. അവരുടെ എല്ലാവരുടെയും പേരിൽ ഈ കോട്ടയം ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്വിമ്മിങ് അക്കാഡമി ഉണ്ട് താനും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന പറഞ്ഞ കാര്യങ്ങളാണ്. ഈ തോപ്പൻസിൻ്റെ സ്വിമ്മിങ് അക്കാഡമിയുടെ ഈ ബിൽഡിങ്ങിൽ സ്വിമ്മിങ് മാത്രമല്ല, അല്ലാണ്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും മ്യൂസിക്കും അങ്ങനെ വേറെ കുറേ ക്ലാസ്സും ഇവിടെ നടക്കുന്നുണ്ട്. വെക്കേഷൻ ക്ലാസ്സിനൊക്കെ താല്പര്യമുള്ള പിള്ളേർ ഈ ഭാഗത്തുള്ള പാല ഭാഗത്തുള്ള പിള്ളേർക്കൊക്കെ അവർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും ഞാനൊന്നുകൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ ക്ലാസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ മത്സരിക്കാവുന്ന പിള്ളേരെ 5:30 മുതൽ 6:30 വരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബോർഡ് ഒരിത് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഐറ്റംസിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു ബ്രോഷർ, അവരുടെ ബ്രോഷറിൻ്റെ ഒരു ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി.
20 ഡേയ്സ് ഇഷാനൊക്കെ നന്നായി ഉപയോഗിക്കാൻ കഴിയട്ടെ, നന്നായി പഠിച്ചെടുക്കട്ടെ. അപ്പോൾ നീന്തുന്ന വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.